ഒരു ഉദാഹരണം പറയാമോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഒരു പ്രസംഗം വൈകാരികവും ആകർഷകവും ആക്കുന്നതിൽ ശരീരഭാഷയ്ക്കും ആംഗ്യചലനങ്ങൾക്കും എത്രത്തോളം പ്രാധാന്യമുണ്ട്? നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഒരു ഉദാഹരണം പറയാമോ? നന്ദി പ്രസിഡന്റ്, മറ്റു സദസ്യർ സന്നിഹിതരായിട്ടുള്ള ടോസ്റ്റ് മാസ്റ്റേഴ്സ് അംഗങ്ങൾ എല്ലാവർക്കും വിനീത നമസ്കാരം. ഒരു പ്രസംഗ കലയിൽ തന്റെ ആംഗ്യങ്ങൾക്കും ആംഗ്യഭാഷയ്ക്കും മറ്റു ശരീര ചലനങ്ങൾക്കും ഒരുപാട് പ്രാധാന്യമുണ്ട്. അതിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് സത്യത്തിൽ തുടക്കത്തിൽ എന്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് അനുഭവം എന്ന് പറയുന്നത് ഒരു യാത്രയപ്പ് സംഘമായിരുന്നു. ഇവിടെ അല്ല, ദുബായിൽ. അപ്പോ ആദ്യമായിട്ടാണ് നമ്മൾ സ്റ്റേജിൽ കയറുന്നത്. നമ്മൾ അധികം ബാക്കിൽ നിന്നിട്ടാണ് നമ്മൾ കലാപരിപാടികൾ അധികം പിന്നെ ഓഫീസിൽ ഞാൻ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഫ്രണ്ട് ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വളരെ ഈസി ആണെന്നല്ല വരുന്ന സ്റ്റേജിൽ കയറിയത്. സ്റ്റേജിൽ കയറിയിട്ട് അങ്ങല്ല വാക്കുകൾ പോലും എനിക്ക് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോ മനസ്സിലുണ്ടായിരുന്നു ഒന്നും പറയാതെ 10-20 സെക്കൻഡിനുള്ളിൽ ഞാൻ നിർത്തി പോകുന്നു എന്നുള്ളതാണ് ഒരു അനുഭവം. മാത്രമല്ല പിന്നെ ഇവിടെ ഈ ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ എത്തിക്കഴിഞ്ഞപ്പോ ഇതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നാണ് ഓരോ വിശകലനം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. നിങ്ങൾ കണ്ണ് എല്ലായിടത്തും എത്തിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കൈകൾ ശരിക്കും അതാക്കിയിട്ടില്ല, സ്റ്റേജ് ഇതാക്കിയിട്ടില്ല, ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ തന്നെയാണ് എനിക്കിത് പറയുന്നത്. അതുകൊണ്ട് അത് കൂടുതൽ എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ കമ്മ്യൂണിക്കേഷൻ, ഇതൊരു കമ്മ്യൂണിക്കേഷനാണ്, ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ എല്ലാം കറക്റ്റായിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ആവുള്ളൂ എന്നാണ് എനിക്ക് പറയുന്നത്.